ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. ചക്കക്കറി മേക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിചാരിച്ചു ചക്കക്കറി മേക്കിംഗ് ഇതൊരു വീഡിയോ ആയാലോ എന്ന്. വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഫൺ ചാലഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് നമുക്ക് ചാലഞ്ച് വീഡിയോയിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഇവിട്ടി എണിച്ചിട്ടുണ്ട്, ഇവിട്ടി വരുന്നുണ്ട്. ഇവിട്ടി ഇങ്ങോട്ട് വാ. ഹലോ പറയ്. ഇവിട്ടിനെ കൂട്ടാണ്ട് ഹലോ പറഞ്ഞോന്ന് പറഞ്ഞേ. ഹലോ പറയ്. അപ്പൊ ഇന്ന് ചാലഞ്ചില് അമ്മനെ കളഞ്ഞുട്ടാ. ഇന്ന് നമ്മളെ ചാലഞ്ച് വീഡിയോയിൽ ഒരു പുതിയ ആളുണ്ട്. ആളെന്ന് പറയുമ്പോ ലക്ഷ്മി അമ്മ ഇപ്പൊ ഇല്ല കേട്ടാ, പുറത്തു പോയിട്ടുണ്ട്. ഇപ്പത്തും അമ്മ വരുന്നു. ചാലഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എത്തും എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ അമ്മ എത്തും. മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ സൗണ്ടിനേക്കാളും കൂടുതൽ സൗണ്ട് മഴയുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അപ്പൊ ഇന്നത്തെ നമ്മളെ പറഞ്ഞുവല്ലോ ചാലഞ്ച് എന്തെന്ന് ഇപ്പൊ പറയുന്നില്ല കേട്ടോ. സർപ്രൈസ് ആണ്. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഒരു ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. ചാലഞ്ചിനെ പറ്റി പറയൂ ധന്യ. അവറുകളെ ബിസ്ക്കറ്റ് കണ്ടല്ലോ, ഇതാണ് ബിസ്ക്കറ്റ് ഗൈസ്. എന്ത് ബിസ്ക്കറ്റ്? മാരി ബിസ്ക്കറ്റാ? എന്തുവാട്ടെ ഒരു ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് നമ്മൾ എടുക്കുന്നു. ഇതിന് ശേഷം നമ്മൾ ഇവിടെ വയ്ക്കുന്നു. ഇങ്ങനെ ആക്കി ഇങ്ങനെ കഴിക്കുന്നു. അതിനെ കഴിച്ചത് അങ്ങനെ കഴിക്കുന്നത് വായിക്ക് വീഴുന്നത് ആരുതാണോ വായിക്ക് വീഴുന്നത് അവർ ജയിച്ചു. വിന്നറിന് ഞാൻ പറയാം. വിന്നറിന് എന്താ അറിയോ, എന്റെ മോൻ ഓണം ടൂർ പോയിട്ടുണ്ട്. ഓണം വരുമ്പോൾ എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരും. ഇപ്പൊ ആർക്കായാലും കൊണ്ടുവരും. ഇപ്പൊ എനിക്കും കിട്ടും, ധന്യക്ക് കിട്ടും, അമ്മക്കും കിട്ടും. എന്തെങ്കിലും സാധനം കൊണ്ടും. ഇപ്പൊ നമുക്ക് കൊണ്ടുവന്നില്ല. ഇപ്പൊ നീ തോറ്റാല് നിനക്ക് കിട്ടിയ സാധനം ഞങ്ങൾക്ക് അങ്ങനെ കേട്ടാ. ഇപ്പൊ ഒന്നും കൊണ്ടുവന്നിട്ടെങ്കിൽ അപ്പൊ വീഡിയോ ക്ലിയർ ഉണ്ടോ? ക്ലിയർ കുറവുണ്ടാവും. കാരണം എന്നാൽ അടുക്കളയിൽ തന്നെ എടുക്കാന്ന് വിചാരിച്ച വീഡിയോ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ ടൈമാണ്. അപ്പോഴാണ് ബുദ്ധന് ബോധോദയം ഉണ്ടായത്. പറഞ്ഞ പോലെ എടപ്പ ബുദ്ധന് ബോധോദയം ഉണ്ടായത് കേട്ട് നമുക്കിപ്പോ ബോധോദയം നമുക്കിപ്പോ ഉണ്ടായത് അടുക്കളയിലാണ്. അപ്പൊ നമ്മൾ അടുക്കളയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ടാവും, ക്ഷമിച്ചേക്കണം. ആരും ഒന്നും വിചാരിക്കരുത്. ഇനി അമ്മ വരുവോള് വെയിറ്റിംഗ് ആണ്. മമ്മീനെ വിളിക്കാൻ എടുത്ത് പോയിട്ടുണ്ട്. കുട്ടി പോയിട്ടുണ്ട്. ജയിച്ചവർക്ക് ഈ ചക്കക്കറി മൊത്തം കൊടുക്കാം. എന്റെ ചക്കക്കറി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് പുതിയൊരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞിട്ടേ. അപ്പൊ വരും. പുതിയ അതിഥി ഒന്നല്ല, മുമ്പത്തെ കുറെ ഫൺ ചാലഞ്ച് എല്ലാം നമ്മളൊന്നിച്ച് ചെയ്തോണ്ടായ ആളാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇതൊന്നും കാണലില്ല. അമ്മ കുറച്ച് തിരക്കായി പോയി. ബിസിയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് നമുക്ക് അമ്മനെയും കൂടി കൂട്ടാം. അമ്മ വരൂ, വിളിക്കാം നമുക്ക്. നമ്മളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ അമ്മയുടെ അമ്മയുടെ എൻട്രിയാണ് ഇപ്പൊ. വീട്ടിൽ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. അമ്മയുടെ വെക്കുക. ഇതാണ് അമ്മ. അപ്പൊ ഇന്നത്തെ ചാലഞ്ചിൽ അമ്മയും കൂടി ഉണ്ട് കേട്ടോ നമ്മളൊക്കെ. അപ്പൊ അതന്നെ, ഒരു ബിസ്ക്കറ്റ് ഒരാൾക്ക്. പിന്നെ താഴെ വീണിട്ടും ഞങ്ങൾക്ക് പുതിയ ബിസ്ക്കറ്റ് തരും. പിന്നെ ഇട്ടിട്ട് താഴെ വീണാല് രണ്ടാമത് വെച്ചിട്ട് കളിക്കാം. ഇതില് ടാസ്ക് പറഞ്ഞത് വായിക്ക് വീണം. ഇവിടെ ഇങ്ങനെ വെക്കുന്നേ, അതിന്റെ ഇങ്ങനെ എന്തെങ്കിലും ഓക്കെ ആക്കിട്ട് എന്റെ വായിലേക്ക് എത്തിക്കണം. കൈ യൂസ് ചെയ്തൂടാ. പിന്നെ ഇത് താഴെ വീണാല് പിന്നീട് ഇവിടെ വെക്കാം. മേ ബി ഇത് പൊട്ടിയാല് നമുക്ക് പുതിയ ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. നമുക്ക് കളിയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. നമുക്ക് പേടിയാന്ന് തോന്നി കളി കളിക്കാൻ. അമ്മ എല്ലാ കളിയിലും മത്സരിക്കുന്ന ആളാണ്. ഓണപ്പരിപാടിക്കല്ല ഭയങ്കര എന്താ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അമ്മ പറയുന്നത് അങ്ങനെ പേടിയാന്ന്. വേണമെന്നും ജയിക്കണം എന്നൊരു ആ ഒരു ലക്ഷ്യമുണ്ട് ആളാണ് നമുക്ക്. ഇവിട്ടിയുണ്ട് കേട്ടോ. ഇവിട്ടിയാണ് നിന്നിട്ടുണ്ട്. ഇടവെക്കണം. അപ്പൊ ഓക്കെ, ഗെയിംസ് എല്ലാം റൂൾസ് എല്ലാം മനസ്സിലായില്ലേ? അമ്മക്ക് മനസ്സിലായില്ലേ? അമ്മക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നാളെ അപ്പൊ സ്റ്റാർട്ട് ആക്കാൻ പോകുന്നുണ്ട്. റെഡി? 1 2 3 സ്റ്റാർട്ട്. അമ്മ വെച്ചോമേ. സെക്കൻഡ് ഉണ്ട്.
അല്ല രണ്ടാമതിന് കളിക്കാം. നോക്കൂ നമ്മളൊക്കെ നല്ല ആങ്ങിയത് കഥകളി കാണണോ? കഥകളി പോയെ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി എക്സ്പ്രഷൻ എല്ലാ അമ്മരെത്തുന്നുണ്ട് ചെറുതായിട്ട്. അല്ല സാരല്ല വെക്കോ, വീടാൻ പ്രശ്നമല്ല, വെച്ചോണ്ടിരിക്കാം. ഇപ്പൊ രണ്ടാമത്തെ വിന്നറിന് വേണ്ടിട്ട് പോരാടുകയാണ് ഇപ്പൊ. ചെറിയൊരു വെറുതെ നേരത്തെ ഒന്ന് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഓണപരിപാടിക്കെല്ലാം വെക്കുന്ന ഗെയിംസ് കേട്ടാ. അപ്പൊ ഇന്ന് കുട്ടൻ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് ഞാൻ അറിയാണ്ട് ഇങ്ങോട്ട് കണ്ടല്ലോ. അപ്പൊ നമ്മളെ അടുക്കള ചാലഞ്ചാണിത്. ശരിക്കും നമ്മൾ അടുക്കളയിൽ വൈകുന്നേരം വെറുതെ ഇരിക്കുമ്പോ ചെയ്തതാണ്. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ. ടാറ്റ.